സസ്യഭോജിയായ മത്സ്യം എന്നറിയപ്പെടുന്നത് ചെമ്മീൻ, പഫർ, കണവ, കരിമീൻ. ഉത്തരം കരിമീൻ. മനുഷ്യന്റെ ഒരു കണ്ണിന്റെ ഭാരം എത്രയാണ്? 20 ഗ്രാം, 8 ഗ്രാം, 10 ഗ്രാം, 2 ഗ്രാം. ഉത്തരം 8 ഗ്രാം. സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? മുട്ട, പാൽ, ചോറ്, മാംസം. ഉത്തരം പാൽ. ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും ജനിക്കുന്ന മൃഗം? പൂച്ച, ആന, ആട്, നായ. ഉത്തരം പൂച്ച. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഫലപ്രദമായ പഴം? സപ്പോട്ട, ചക്ക, ആപ്പിൾ, പേരയ്ക്ക. ഉത്തരം ആപ്പിൾ. ആസ്മയ്ക്ക് ഏറ്റവും നല്ലത്? പനിക്കൂർക്ക, തുളസിനീര്, ഇഞ്ചിനീര്, കറ്റാർവാഴ. ഉത്തരം തുളസിനീര്. ദഹന പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി? തക്കാളി, വഴുതന, പടവലം, വെണ്ട. ഉത്തരം തക്കാളി. ഭക്ഷണം എളുപ്പത്തിൽ ദഹിക്കാൻ ഏറ്റവും നല്ല പാനീയം? കാപ്പി, ചായ, ഇളനീർ, മോര്. ഉത്തരം മോര്. സമ്മർദ്ദം കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം? ചപ്പാത്തി, നെയ്യ്, മുട്ട, പാൽ. ഉത്തരം മുട്ട. ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കണ്ണ്, പല്ല്, ചെവി, നാക്ക്. ഉത്തരം പല്ല്. കറുത്ത പൊന്നി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഗ്രാമ്പു, കുരുമുളക്, എള്ള്, ഏലം. ഉത്തരം കുരുമുളക്. കണ്ണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം? ജീവകം ബി, ജീവകം ഡി, ജീവകം എ, ജീവകം കെ. ഉത്തരം ജീവകം എ. പീരിയോഡിക് ടേബിളിൽ 101ാമത്തെ മൂലകത്തിന്റെ പേര്? ക്യൂറിയം, ടൈറ്റാനിയം, മെൻഡലേവിയം, കാലിഫോർണിയം. ഉത്തരം മെൻഡലേവിയം. നട്ടെല്ലില്ലാത്തൊരു ജീവിയാണ്? അണ്ണാൻ, മയിൽ, വണ്ട്, ഓന്ത്. ഉത്തരം വണ്ട്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ കേന്ദ്രം? ഭാരതി, മൈത്രി, വോസ്റ്റോക്ക്, ദക്ഷിണ ഗംഗോത്രി. ഉത്തരം ദക്ഷിണ ഗംഗോത്രി. ഗണിതശാസ്ത്രത്തിൽ 0 കണ്ടുപിടിച്ച രാജ്യം? ഈജിപ്ത്, ഇന്ത്യ, ചൈന, ഗ്രീസ്. ഉത്തരം ഇന്ത്യ. 7-1 ഏത് തരം വിത്തിനമാണ്? നെല്ല്, വാഴ, കരിമ്പ്, തെങ്ങ്. ഉത്തരം നെല്ല്. കാനായി കുഞ്ഞിരാമൻ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശില്പനിർമ്മാണം, സിനിമ, രാഷ്ട്രീയം, സാഹിത്യം. ഉത്തരം ശില്പനിർമ്മാണം. അടുക്കളയിൽ കടുകിനോട് ചേർന്ന് എന്ത് സാധനം വെച്ചാൽ സമ്പത്തും ഉയർച്ചയും ഉണ്ടാകുന്നത്? കല്ലുപ്പ്, ജീരകം, ഉലുവ, മഞ്ഞൾ. ഉത്തരം ഉലുവ.